ഇന്ത്യൻ ഫുട്ബോളറായി അരങ്ങേറ്റം കുറിച്ച സനാന്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം സനാന്റെ നാട് സനാന് വേണ്ടി ഒരു ഗംഭീര വരവേൽപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സനാനെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാന് ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് ഓൾ ഓഫ് ദം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു എവരിവൺ. എങ്ങനെയുണ്ടായിരുന്നു സനാൻ വിചാരിച്ച പോലത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും? ഞങ്ങളെ എക്സ്പെക്ടേഷൻസ് ഒക്കെ സനാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. സനാന്റെ ഒരു പേഴ്സണലി സനാൻ സാറ്റിസ്ഫൈഡ് ആണോ? ഡെബ്യൂട്ടിനെ പറ്റിയല്ലേ? ഞാൻ സ്കോറിലുണ്ടായപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഉറപ്പില്ല നിന്നെ കളിപ്പിക്കുമെന്ന്. പക്ഷെ കളിച്ചപ്പോ ഓഫ്കോഴ്സ് ഞാൻ പിന്നെ എന്റെ ഫുൾ 100% ഇട്ടിട്ട് കളിച്ചു. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ കുഴപ്പമില്ലാതെ പെർഫോമൻസ് ചെയ്തു. പക്ഷെ നമ്മൾ തോറ്റു. അപ്പോ ഇറ്റ് വാസ് എ ഓക്കെ ഗെയിം ഐ വുഡ് സേ. ബട്ട് ഹാപ്പിയാണ്. മഞ്ചേരിയിൽ നിന്ന് ഇനിയും ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളോടൊക്കെ എന്താണ് സനാന് പറയാനുള്ളത്? എല്ലാരും വർക്ക് ചെയ്യാ, നല്ലക്ക് ഫോക്കസ് ചെയ്ത് നിന്നാൽ ഇതേപോലെ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഫോക്കസ് ആൻഡ് ഗിവ് യുവർ 100% എവരി ഡേ. നമ്മള് പാളിവർമ്മ പോയപ്പോ അവിടുന്ന് കേട്ട രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് സനാന് 4 മണിക്ക് ഉപ്പാനെ വിളിച്ചിട്ട് അവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പോകാറുണ്ടെന്നൊക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു? എന്റെ ഉപ്പ എപ്പോഴും എന്റെ ഉപ്പ എല്ലാ കാര്യത്തിനും ഉണ്ടാകലുണ്ട്. സോ ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടാണ്? ഫുൾ സപ്പോർട്ടാണ്. നാട്ടുകാരും യു ക്യാൻ സീ നാട്ടുകാർ എപ്പോഴും നമ്മളൊപ്പം ഉണ്ടാവും. അപ്പൊ സനാന് ഞങ്ങളുടെ മഞ്ചേരിയുടെ പേര് എവിടെ ലോക ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സനാൻ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.